മലയാളികൾ വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും ഉന്നത പദവിയില്ല എന്നാണ് അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മലയാളികളും ഇല്ല. അത് പറയാൻ ഇന്നത്തെ കാലത്ത് യൂത്തന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം അറിയാം. ഇതേപോലാണ് ഇതേപോലൊരു കൂട്ടത്തിനിടയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് തെരുവിലോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി ജീവിതങ്ങൾ പഠിച്ച് വന്നതാണ്. ശ്രീലങ്കയെ നാട് കടത്തി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വന്നു. ഇതൊക്കെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ യൂത്തന്മാരെയൊക്കെ അവർ പൊന്നുപോലെ കൊണ്ടു നടക്കും. അവരെ പാട്ടുകൾ, ഈ അക്ഷരങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. അത് എഴുതി കൂട്ടി വായിച്ച് പാട്ടാക്കാനും അത് കഥയായാലും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും എല്ലാവരും കൊണ്ട് കഴിയത്തില്ല. അത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, വിവരം വേണം, ബുദ്ധി വേണം, ദൈവം വേണം. കലികാലത്തിൽ ഒരു അവതാരം എടുക്കുമെന്ന് പറഞ്ഞു. കൽക്കി. തനി കൽക്കിയ ഈ വേടൻ. അവനെ അംഗീകരിക്കണം. അവൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റാനാണ് നോക്കുന്നത്. ഒറ്റയ്ക്ക് വിപ്ലവം നയിച്ച എത്രയോ ആൾക്കാരുണ്ട്. അവരെ ഫോട്ടോയും കൊടികളിലും വെച്ച് കെട്ടി ഇന്നും അഭിമാനത്തോടെ കൊണ്ട് കിടന്ന് ആ പേരും പറഞ്ഞ് പല സ്ഥലത്തും തല്ലിക്കൊന്ന് കൂടാരം പോലെയും വർഷാവർഷം ആഘോഷം നടത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സത്യം പറയുന്നൊരു വ്യക്തിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? അവർ പാട്ടായി കാണുക. പുറകെ ചെതഞ്ഞു പോണ്ട. എല്ലാ മനുഷ്യരെയും ജീവിതം ചെതയാൻ പോയി കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. എനിക്കെന്നേ പറയാവുള്ളൂ, യൂത്തന്മാർക്ക് എന്തോരം ഇഷ്ടപ്പെട്ടു. ഇത്രയും ആൾ കൂടുന്നുണ്ടെങ്കിൽ അവൻ കൽക്കിയുടെ അവതാരം തന്നെയാണ്. എൻ്റെ സ്വന്തം വേടൻ. ഐ ലവ് യു.